അത് അജി ഞാനുമായിട്ട് ഫേസ്ബുക്കിൽ വരുമായിരിക്കും. ഞാനുമായിട്ടുള്ള ഡിസ്കഷനിലെ ഞാൻ ഹൂയിയോസും ടെക്നോണും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്തിരുന്നല്ലോ. അപ്പൊ അജി വളരെ ആവേശത്തോട് പറഞ്ഞു അങ്ങനെയല്ല, ഈ സ്റ്റെം പ്രോജക്റ്റിൽ നിന്നുള്ള ഒരു ഡോക്യുമെന്റ് എന്റെ മുന്നിലുണ്ട്, അതിൽ നേരെ തിരിച്ചാ പറഞ്ഞേക്കുന്നത്. ഞാൻ അന്ന് നോക്കില്ല, ഞാൻ ഓർത്ത് അവർക്ക് വല്ല അബദ്ധവും പറ്റി എഴുതിയ, കാരണം ഞാൻ വളരെ കോൺഫിഡന്റാ. ഞാനിത് നേരത്തെ ഒരു മെസ്സേജ് തന്നെ ഇതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള, അപ്പൊ എനിക്ക് വളരെ കോൺഫിഡന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നിക്ക് ഓഫ് ദ മൊമെന്റിൽ അത് പറയാനും പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഒന്നും ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. അവസാനം ഞാൻ ആ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്തപ്പോൾ നേരെ തിരിച്ചാ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് അവർ പറയുകയാണ്, ബയോളജിക്കൽ സൺസ് ടെക്നോൺ ആണ്, ഹൂയിയോസ് സ്ഥാനമാണ്, പൊസിഷനാണ്. ഞാൻ പറഞ്ഞ അതേ ആർഗ്യുമെന്റ് അതുപോലെ അതിനകത്തൊരു 5-6 ഭാഗങ്ങളിലെ വാക്യമൊക്കെ കൊടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാന് പുള്ളിക്ക് ഒരു ലവ് ലെറ്റർ എഴുതി. ഈ പബ്ലിക് സ്പേസിൽ തെറ്റു പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യുന്ന ആത്മീയയുടെ ഒരു ലക്ഷണമാ. ഈഗോ ഒക്കെ വിചാരിച്ചും അല്ലെ ഈ ഈ ക്ലബ് ഹൗസിൽ ഒരു ഹീറോ ആകണമെന്നുള്ള വിചാരം വെച്ചും ചെയ്യുന്നത് അത് കറക്റ്റ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. അനേകരെ പാവങ്ങളെ വഴിതെറ്റിക്കും. മാത്രമല്ല ഈ ആർഗ്യുമെന്റ് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ ഈ ആർഗ്യുമെന്റ് കൊണ്ട് തന്നെ ഇവരുടെ ഹോൾ ഇത് തകർന്നു പോകും. അപ്പം അതുകൊണ്ട് സാറിന്റെ ഉപദേശത്തെ കുറിച്ചുകൂടെ റിപ്പൻഡ് ചെയ്യുകയും അത് പബ്ലിക് സ്പേസിൽ ഏറ്റുപറയുകയും ചെയ്യണം. ഇല്ലേ ദൈവത്തിന്റെ ശിക്ഷയൊക്കെ വരും, പേഴ്സൺ ഓഫ് ഗോഡിനോടാണ് കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരെണ്ണം അയച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അഡീഷണൽ തെറി പ്രതീക്ഷിക്കാം. കേൾക്കുന്നുണ്ടായിരുന്നോ? കേട്ടു. എല്ലാം ഫേസ്ബുക്കിൽ നിന്ന് കേട്ടു. മറുപടി കിട്ടിക്കോളും. ഫേസ്ബുക്കിൽ എനിക്ക് എന്നെ കുറിച്ചാണ് എഴുതിയ കീഴിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം മറുപടി ഇടുന്നില്ല പുള്ളി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നടക്കണം. അതാണ്, അവിടെ ആക്റ്റീവ് ആവണോ ഇവിടെ ആക്റ്റീവ് ആവണോ, പറയുന്നതെല്ലാം മണ്ടത്തരാവുകയും ചെയ്യുന്നു. ഇതൊക്കെ വല്ല ഫേസ്ബുക്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് അതൊന്നും കൊണ്ടിടാനും പറ്റത്തില്ല. അതുകൊണ്ട് ബാക്കിയുള്ളവർ പറയുന്ന മാത്രം 1-2 വാക്കുകൾ മാത്രം എടുത്തുകൊണ്ട് അവിടെ കൊണ്ടിടും. എന്നിട്ട് ഒരു 1/2 കിലോമീറ്റർ ഉള്ള ഒരു പോസ്റ്റ് ഞാൻ വായിക്കാൻ പോലും പോകത്തില്ല. ആരെയും കുത്തിയിരുന്ന് ഇപ്പോഴതൊക്കെ വായിക്കുന്നു. പക്ഷെ ഇത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുമോ എന്നൊരു പേടി കാണുമേ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ എന്തേലും ചെയ്യുമായിരിക്കും, നോക്കാം. മക്കാർദർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണൻ തിരുത്തുമായിരിക്കും. ഇന്നലെ പറയാം, നിങ്ങളുടെ പാസ്റ്റർ മക്കാർത്തർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതന്ന് 5-ന്റെ ആർഗ്യുമെന്റ് കേട്ടില്ലേ നിങ്ങള്? ബ്രദറൻ ഡിനോമിനേഷന്റെ ഫൗണ്ടിങ് ലീഡേഴ്സ് പറയുന്നത് പഠിക്കണം. രസം എന്നാന്ന് ചോദിച്ചാല്, എന്റെ ചെറിയ ലൈബ്രറിയാ, 10,000-2000 ബുക്കേ കാണത്തുള്ളൂ. അതിനകത്ത് ഡാർബിയുടെയോ അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള കുറെ അറിയപ്പെടുന്ന ബ്രദറൻ സ്കോളേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഒരാടെ പോലും ഒരു പുസ്തകം പോലും ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. ഈവൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പോലും വായിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ബൈബിൾ റെഡിമെയ്ഡ് ആയിട്ട് കർത്താവിന്റെ വെളിപ്പാട് നമുക്ക് നേരിട്ട് തരുമ്പോഴ് വെല്ലോനൊക്കെ പറഞ്ഞ് വായിച്ച് നമ്മളെന്തിനാ പാഴാക്കും. അവര് പലതും ഒക്കെ പറയും, ചിലതൊക്കെ ശരിയായിരിക്കും. നമ്മളൊരു ഐഡിയ ഫോം ചെയ്ത് വെച്ച് ഇങ്ങനെയാണോ മറ്റുള്ളവർ ചിന്തിക്കുന്നതെന്ന് അറിയാൻ അതൊക്കെ വായിച്ചാൽ നല്ലതാ. അല്ലാണ്ട് എവിടുന്നേലും കിട്ടുന്നതൊക്കെ പഠിച്ചേച്ച് അതാണ് ശരിയെന്ന് വിശ്വസിച്ച് വശാകുന്നത് വല്ലാത്ത ഒരു അവസ്ഥയാ. മാത്രമല്ല 5-ന് ഇതുവരെ അറിയത്തില്ല ഈ ബ്രദറൻ എന്ന് പറയുന്ന ഒരു നോൺ ഡിനോമിനേഷണൽ ചർച്ചാണ്. അതിനെ ഡിനോമിനേഷനെ വിളിക്കാൻ പറ്റുകയില്ല. അതിന് ഒരു ഫെഡറേഷൻ സിസ്റ്റം ഇല്ല, ഒരു സ്റ്റേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇല്ല, ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സ് ഇല്ല, സംസ്ഥാന ഹെഡ് ക്വാർട്ടേഴ്സ് ഇല്ല, വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇല്ല. ഈവൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് പോലും ഇറക്കിയിട്ടില്ല. അതിനെക്കുറിച്ചാണ് 5 വളരെ ഘോരം പ്രസംഗിക്കുന്നത്. നിങ്ങളൊരു ബ്രദറുകാരനായിരിക്കുമ്പോൾ അതിന്റെ മുകളിലുള്ളവര് പോപ്പുമാര് പറയുന്നത് പഠിക്കുകയും അനുസരിക്കുകയും ഒക്കെ വേണം, അല്ലാതെ തോമസ് അക്വിനാസിനെ ഒന്നും അല്ല പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഘോരം പ്രസംഗിക്കുന്ന കേട്ടു.
ഈ വിവരം എന്ന് പറയുന്നത് ജന്മനാ ഉള്ളതല്ലെന്ന് തോന്നുന്നല്ലേ? അതായിരിക്കും പ്രശ്നം. ജെയിംസ് സാറേ, ഈ ഫൈവിന്റെ അന്നത്തെ ഒരു പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ജയൻ ഡാർബിയും അങ്ങനെയുള്ളവരൊക്കെ കോട്ട് ചെയ്തതിന്റെ കാര്യം, ബ്രദറുകാര് ഈ ജയൻ ഡാർബിയൊക്കെ പറയുന്നത് കേട്ട് അങ്ങ് വിശ്വസിക്കുന്നതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോ ഞാനതിന് ഉടനെ പറഞ്ഞു, ഈ ലോകത്തുള്ള ആരെന്തെഴുതിയാലും ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകമാണ്, വിശുദ്ധ ബൈബിളാണ്.